അനുവേ ഇന്നത്തെ പരിപാടി എന്തോ? നമ്മള് നെക്സ്റ്റ് ഫിഷിംഗ് ഡേ ആണ്. ഞങ്ങളിത് എല്ലാരും കൂടെ ഫിഷിങ്ങിന് പോവാ. ചേച്ചി ബക്കറ്റൊക്കെ ആയിട്ടാ പോണത്. അതെ, സത്യം പറയാനുണ്ടല്ലോ, സമ്മർ തുടങ്ങിയിട്ട് ഞങ്ങളുടെ 4ാമത്തെ ഫിഷിങ്ങിന് വരുവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല. അത് കാരണമാണ് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോഴെല്ലാം വീഡിയോ എടുത്തു. പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല, ഇടാൻ പറ്റത്തില്ല, കാരണം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്തവണ ഞാൻ വിചാരിച്ച് ഇത്തവണ മീൻ കിട്ടിയില്ലേലും കിട്ടിയാലും കിട്ടിയില്ലേലും ഞാൻ വീഡിയോ ഇടുമെന്ന് വിചാരിച്ചു. അപ്പൊ അത് കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയല്ലേ. ഇപ്പൊ 2 ഫിഷിംഗ് റോഡും 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. മീൻ അറിയുന്നുണ്ടോ? ഇന്നും എല്ലാം കിട്ടുമോ? നമ്മൾ ഈ സമ്മർ ആണെന്നൊക്കെ വെയിലുണ്ടെങ്കിലും ആ ഒരു നമ്മളിപ്പോ ഈ ബീച്ചല്ല ഏതാ സീയ അതിലേക്ക് കടലിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ആ ഒരു കാറ്റ് ഭയങ്കരമായിട്ടും ഉണ്ട്. ഇന്ന് നല്ല കാറ്റും വരും, നല്ല വെയിലുണ്ട് ഈ സമയം. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? സമയം 5:40. അപ്പൊ ഞങ്ങളിങ്ങനെ മീൻ പിടിക്കാം, മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടുത്തെ ഏരിയയും പരിപാടിയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു ഫിഷിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടോ, കാടും വെള്ളം പിടിച്ചെടുക്കാം. പക്ഷെ എന്നാലും അന്യായമായിട്ട് പൂക്കളൊക്കെ ഇവിടെ പൂത്ത് നല്ല സെറ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നല്ല ഫിഷ് ചെയ്യാൻ വന്നിട്ട് മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഈ വൈബ് വേറൊരു സെറ്റപ്പ് ആട്ടോ. അതെ, ഞങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ദിവസം വന്നിട്ട് നമ്മളിവിടെ ടെന്റ് അടിച്ചിട്ടല്ലേ പറ്റുമെങ്കിൽ ചേട്ടനാണെങ്കിലും ടെന്റും പരിപാടിയെല്ലാം മേടിച്ചു വെച്ചിട്ട് ഒരു കൊല്ലമാണ് ഞങ്ങൾ. പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ചേട്ടനുണ്ടല്ലോ ടെന്റ് വാങ്ങി, കസേര വാങ്ങി, മറ്റേ സ്റ്റൗ ഇല്ലേ അതെല്ലാം വാങ്ങി. അപ്പൊ അതെല്ലാം വാങ്ങിട്ടോ. അപ്പൊ ഇത്തവണ സമ്മറിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ, ഫോളോ ബട്ടൺ ബെൽ ബട്ടൺ ഒക്കെ. അപ്പം ഇതാണ് സംഭവമൊക്കെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ഏരിയ കാണിച്ചത്, ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ ഓക്കിനൊക്കെ ആയിട്ട് വരുമെന്നാണ്. ഇത് കണ്ടില്ല, ഡോഗ്സ് ആയിട്ട്. ഇവരാണ് പട്ടികളായിട്ട് വരുന്നത്. അതെ, നമുക്ക് 2 പെൺകുട്ടികളുണ്ട്, ബാക്കിയുള്ളവർക്ക് പട്ടികളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊക്കെ കാണാം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമാണ്. 2 കുഞ്ഞു പട്ടികൾ വരുന്നുണ്ട്. നാക്കൊക്കെ പുറത്തിട്ടിട്ട് ഹലോ അമ്മി, ഹലോ, അടിപൊളി. അവനോടെ പോവാ. ഫൈൻ, താങ്ക് യു. നല്ല അമ്മച്ചി അല്ലേ, അമ്മച്ചിയുടെ നല്ല പട്ടി 2 എണ്ണം. അതെ, എന്തുവാ നീ വന്ന് വരുന്നുണ്ടോ? നീ പോയാ? നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലല്ലോ. പോയി. അമ്മച്ചി വൈബല്ലേ, ഈ മല ഇറങ്ങി. നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരൊക്കെ ഇറങ്ങുമോ അല്ലേ? അല്ലേ? ഇതേ വേറെ 2 അമ്മച്ചിമാര് നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാരൊക്കെ ഇറങ്ങുമോ ഈ പ്രായത്തില്? 60 വയസ്സിലും ജിമ്മായിട്ട് ഓടി നടക്കുക. ഇവർക്ക് എങ്ങനെ പോലെ ഒരു 60 മേളിലുണ്ടാവത്തില്ല വയസ്സ്. പക്ഷെ ഇവിടെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോ വിചാരിക്കും ഓക്കെ 60 വയസ്സ് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ശരിക്കും അവർക്ക് 80 വയസ്സൊക്കെ ഉണ്ടെങ്കിലും അവരിങ്ങനെ യങ്ങായിട്ടൊക്കെ ഈ പ്രായത്തിൽ ഓടി നടക്കുന്ന ചിലപ്പോ ആ പട്ടികള് അത് 3 പേരും കൂടെ ഒരുമിച്ച് വന്നു തോന്നുന്നു അമ്മച്ചിമാര്. ഇത് മറ്റേ പണ്ടത്തെ നമ്മുടെ സിനിമയില്ലേ, അതിന്റെ അകത്തൊക്കെ പൂവ് പോലെ ഇല്ലേ, താഴ്വരയിൽ അതേപോലത്തെ മഞ്ഞപ്പൂവൊക്കെ ഇല്ലേ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഊട്ടിപ്പൂ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഈ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കുത്തനെയുള്ള മലയാ. ഇത് നമ്മൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേ വെള്ളമൊക്കെ ഒഴുകിപ്പോയി മൊത്തം ഈ തെന്നലൊക്കെ ആയിരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ. ഈ ഒഴുകിപ്പോയി അതിന്റെ പാടും ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ വൈബ് സ്ഥലമാണ് അല്ലേ. നീ ഇവിടെ കണ്ട പൂക്കളൊക്കെ, ഒരുപാട് തരം പൂക്കൾ ഇങ്ങനെ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് വൈറ്റ് കളറിലെ പൂക്കൾ. നമ്മളിത് പല സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് പൂക്കളൊക്കെ ആവുന്ന സമയം തോന്നുന്നല്ലേ. നമ്മൾ ഇറങ്ങി വരുമ്പം ഈ ഒരു സ്ഥലത്തില്ലേ ഭയങ്കര രസമാണ്. ചേട്ടൻ ഇറങ്ങി പോകുമ്പോൾ ആ ഫ്രെയിം എന്ത് രസമാണെന്ന് എനിക്ക്. ഒരു സൈഡിൽ മൊത്തം മഞ്ഞപ്പൂ, നടുക്ക് ചേട്ടൻ, നടുക്ക് അപ്പുറത്ത് പച്ചക്കളറ്. വൈബ് സ്ഥലം, അടിപൊളി. നല്ല വെയിലും കൂടെ വരുമ്പോഴേ അടിപൊളിയാണ് കാണാനായിട്ട്. ഇവിടെ കുറേ പൂക്കളുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പോയി. അതല്ല, നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത് മൊത്തം വെള്ളപ്പൂവായിരുന്നു. ഇത് ഈ പൂവല്ലായിരുന്നു, ഇതേലും മൊത്തം പൂവായിരുന്നു. അത് മൊത്തവും പോയി. എന്തായാലും നമുക്കിനി താഴത്ത് പോയിട്ട് ബാക്കി ഫിഷിംഗ് പരിപാടിയൊക്കെ നോക്കാം. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും. അതാണ് ഇവിടെ ശരിക്കും തെന്നൽ ശരിക്കും ഉണ്ടാവും. ഇപ്പൊ സമ്മർ ആയത് കാരണം അങ്ങനെ തെന്നൽ കുറവാണ്. അതെ, ഇവിടെ നമ്മുടെ ഇടുക്കിയിലുള്ള മൂന്നാറാണ്. ഇടുക്കിയിലാണോ മൂന്നാറാണ്? ഇതേപോലെ മൂന്നാറല്ലേ, നീലക്കുറിഞ്ഞ് പൂത്തിക്കുന്ന പോലെ ഒരുപാട് ഇങ്ങനെ. ഇത് മൊത്തം നശിച്ചു പോയി, കുറെയൊക്കെ ഉണ്ടായിരുന്നു. എന്തുവാ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഈ കൊട്ടയം കൂടി പിടിച്ചോണ്ടൊക്കെ മറ്റേ ഓണത്തിന് പൂ പറിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ നീലക്കുറിഞ്ഞൊക്കെ കൂത്തിരിക്കില്ലേ, അതേപോലെ ഒറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസം കാണാനായിട്ട്. അവിടെ 2 റോക്ക് മലകൾ കണ്ടോ. ഇതൊക്കെ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ 1 വർഷമായി. ഇപ്പൊ എന്തായാലും നമുക്കിനി ഫിഷിങ്ങിന് പോവാം.